പുനലൂരിൽ നവകേരള സദസ്സിന് മുഖ്യമന്ത്രി എത്തുന്നതിന് മിനിറ്റുകൾക്ക് മുൻപ് തന്നെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം നടത്തി. പുനലൂരിലെ ഇന്ദിരാഭവനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം പുനലൂർ ടൗണിൽ എത്തുന്നതിന് മുൻപ് തന്നെ പോലീസ് തടഞ്ഞു. എന്നാൽ പോലീസിനെ എതിർത്തുകൊണ്ട് പ്രവർത്തകർ മുന്നോട്ടു പോവുകയായിരുന്നു. മതിയായ പോലീസ് ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നില്ല. ഏകദേശം 200 മീറ്റർ എത്തിയപ്പോഴാണ് കൂടുതൽ പോലീസ് എത്തി പ്രവർത്തകരെ തടഞ്ഞത്. അതിനു മുൻപ് പോലീസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ശേഷം പ്രവർത്തകർ നടുറോഡിൽ കുത്തിയിരുന്നു. തൊഴിൽ സ്വപ്നങ്ങളിൽ നക്ഷത്ര തിളക്കം ചേർത്ത് സ്റ്റാർട്ടപ്പിലൂടെ പുതിയ തൊഴിലവസരങ്ങൾ ആ സമയത്ത് നവകേരള സദസ്സിന് ആഭിമുഖ്യം പ്രഖ്യാപിച്ചു കൊണ്ടുവന്ന പ്രചരണ വാഹനം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തടയുന്ന സാഹചര്യമുണ്ടായി. പോലീസും ഉന്നത കോൺഗ്രസ് നേതാക്കളും ഇടപെട്ട് പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. പിന്നീട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രചരണ വാഹനം മുന്നോട്ട് വിട്ടതിനു ശേഷം റോഡ് പൂർണ്ണമായും ഉപരോധിക്കുകയായിരുന്നു. ഏറെ നേരം ഈ റൂട്ടിൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. പുനലൂർ ഡിവൈഎസ്പി വിനോദിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തിയാണ് പ്രവർത്തകരെ പിന്തിരിപ്പിച്ചത്. ഏറെ നേരം പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റവും ഉന്തും തള്ളുമുണ്ടായി. ബലപ്രയോഗത്തിലൂടെയാണ് പ്രവർത്തകരെ വാഹനത്തിൽ കയറ്റിയത്. ഇതിനുശേഷം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അഞ്ചൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. റിപ്പോർട്ടർ സജി, അഞ്ചൽ. രാധാസ്, ചൗക്ക് റോഡ്, പുനലൂർ. 2 പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു. പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ, കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം. കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു. കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് 1000 നന്ദി. രാധാ